എനിക്ക് കോടതി പോകാൻ സമയമായി. അല്ല, ഇന്നെന്താ നിന്റെ പരിപാടി? ആ യമകണ്ഠ കുറിപ്പിനെ ഒന്ന് കാണണം. കിട്ടാനുള്ള കാശിന്റെ കാര്യത്തില് ഒന്ന് ചൂടായി നിന്നില്ലെങ്കിൽ ചിലപ്പോ വേണം. കിട്ടാനുള്ള കാശ് എത്രയും വേഗം വാങ്ങണം. ആ കാര്യത്തിൽ ഒരു അലംഭാവം ഉണ്ടാവണ്ട. പിന്നെ ഇന്നെന്റെ കൊലക്കേസിന്റെ വിധി പറയുന്ന ദിവസമാ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആ പ്രതിയുടെ ബന്ധുക്കളൊക്കെ നല്ല ജിംഖാന കക്ഷികളാ. ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് നീ ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കുന്നതല്ലേ ബുദ്ധി? അല്ല, ഇന്നലത്തെ സംഭവം ആവർത്തിക്കണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ. കയ്യിലുള്ള പൈസയും കുറച്ചുകൂടെ സുരക്ഷിതമായിട്ട് എങ്ങോട്ടെങ്കിലും മാറ്റിയേക്കണം. അതാ നല്ലത്. ഓക്കെ? നീ പറഞ്ഞതുപോലെ ആ 10,000 രൂപ ഞാനിങ്ങ് കയ്യിലെടുത്തു. വല്ലാക്കിടിയും പറ്റി അത് കൈമറിഞ്ഞു പോണ്ട. നന്നായി. കുറച്ച് രൂപ സേഫ് ആയിട്ട് വയ്ക്കാൻ ഇവിടെ ഒരു ഇടമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നീ ഒരു കാര്യം ചെയ്യും, ആ ബാങ്കിൽ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താ ക്യാഷ് ആവശ്യമുള്ളപ്പോ ചെക്കായിട്ട് എഴുതിയെടുത്താൽ മതിയല്ലോ. ശരിയാ. അപ്പൊ യമകണ്ഠ കുറിപ്പിന്റെ നിനക്ക് കിട്ടാൻ പോകുന്ന 1,00,000 രൂപയും ബാങ്കിൽ തന്നെ ഇടാം. കറക്റ്റ്. നിനക്ക് ഇന്ന് സമയമില്ലെങ്കിൽ വേണ്ട, 2 ദിവസം കഴിഞ്ഞ് മതി. അയ്യോ, ഇന്നെ കൊലക്കേസിന്റെ വിധിയാ. അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം. അതിങ്ങനെ എപ്പോഴും പറയണ്ട. സാറിന് കഴിക്കാൻ എന്താവോ? എനിക്ക് ഒരു പ്ലേറ്റ് മാഗി നൂഡിൽസും 2 ലിജത്ത് പപ്പടവും. അയ്യോ സാറേ, അങ്ങനത്തെ സാധനമൊന്നും ഇവിടെ ഇല്ല. ഇല്ലേ? പിന്നെന്തുണ്ട്? ഇവിടെ പുട്ടും കടലയും പിന്നെ ഇഡലിയും ദോശയും ചമ്മന്തിയും ഉണ്ട്. എന്നാല് പുട്ടും കടലയും ഇഡലിയും